അമ്മേ, അച്ഛാ, ഇപ്പൊ രണ്ടാക്കും സമാധാനായോ? ഫ്ലൈറ്റിലിരുന്നപ്പോ പേടിച്ചെന്നാ തോന്നുന്നത്. അതേ മോനെ, സത്യം പറഞ്ഞാ എനിക്ക് ഇപ്പോഴാ ഒന്ന് സമാധാനമായത്. അത് മുകളിലോട്ടൊന്ന് പറഞ്ഞപ്പോ എനിക്ക് ആകെ കൂടി അങ്ങ് പേടിയായി. അയ്യോ, അതെങ്ങാനും താഴോട്ട് വീണിരുന്നെങ്കിൽ നമ്മളെ ആര് രക്ഷിക്കാൻ വന്നേനെ. പക്ഷേ ഒന്ന് മുകളിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോ എന്റെ പേടിയില്ലങ്ങ് മാറി. പിന്നെ സമയമൊന്നും പോയതുപോലെ ഞാൻ അറിഞ്ഞില്ലെന്നേ. എന്നാലും നിങ്ങൾ എല്ലാവരും അതിലെപ്പോഴും സഞ്ചരിക്കുന്ന പോലാണല്ലോ ഇരുന്നത്. നീ പേടിക്കേണ്ട കുഴപ്പമില്ലെന്നൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞതാ. ആ സമയത്ത് എന്റെ കയ്യിലും തൊട്ട് നോക്കണായിരുന്നു. ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ച പോലെ കൈയൊക്കെ തണുത്ത ഐസായിട്ടിരിക്കുന്നു. മനുഷ്യ, കഴുതക്കുട്ടി, നിന്റെ മുഖത്ത് ഈ ചിരി കാണുമ്പോ എനിക്ക് എന്ത് സന്തോഷം എന്നറിയോ? ഇതുപോലെ എന്നും നീ സന്തോഷമായിട്ടിരിക്കണമെന്ന എന്റെ ആഗ്രഹം. ഇതുവരെ നീ വെറും അമൂല്യായിരുന്നു. ഇനി ഇവിടുന്ന് തിരിച്ചു പോകുമ്പോ നീ മിസ്സിസ് വേദാന്ത് മേനോനായിട്ടല്ലേ പോവാ. ചേട്ടാ, ചേട്ടാ റൗഡി കൊച്ചിനെ ജീവന് തുല്യ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നമ്മുടെ ഈ ട്രിപ്പിന്റെ ഉദ്ദേശം ചേട്ടൻ റൗഡി കൊച്ചിനെ കല്യാണത്തിന് വേണ്ടി പ്രപ്പോസ് ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ വീട് ശരിക്കും ഒരു പ്രപഞ്ചമാണ്. ഒരുപാടധികം പ്രശ്നങ്ങൾ വീട്ടിൽ നടക്കും. അതിൽ നിന്നെല്ലാം ചേട്ടനെ രക്ഷിക്കാൻ ഈ റൗഡി കൊച്ചിന് മാത്രമേ സാധിക്കുള്ളൂ. റൗഡി കൊച്ചെ, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, എന്റെ ഏടത്തമ്മയായിട്ട് നീ എന്റെ വീട്ടിൽ കാലെടുത്ത് വെക്കണം. വീട്ടിലുള്ള ശൂർപ്പണകയുടെ മൂക്കും ചെവിയും പിഴുതെറിയാൻ നിന്നെ കൊണ്ട് മാത്രമേ കഴിയൂ. എല്ലാവരും ഇവിടെ തന്നെ നിന്നാ എങ്ങനെ ശരിയാവും? ഹോട്ടലിലേക്ക് പോയാലോ? അതോ ഇനി വേറെ എവിടെയെങ്കിലും പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇനി എന്ത് ചെയ്യണമെങ്കിലും ഹോട്ടലിൽ പോയി കുളിച്ച് ഒരുങ്ങിയിട്ടല്ലേ പറ്റുള്ളൂ. ശരിയാ. ഫ്രഷ് ആയിട്ട് അടുത്ത കാര്യം ചിന്തിക്കാം. മോനെ വേദാന്ത്, നിന്റെ മീറ്റിംഗ് എപ്പോഴാ മോനെ? പ്രോബബ്ലി ഒരു 12 മണിക്കുണ്ടാവും അല്ലേ വിക്രാന്ത്? നീയല്ലേ കോർഡിനേറ്റ് ചെയ്തത്? അതെ അതെ, ഞാനവിടെ വിളിക്കാം. കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫൈൻ. ക്യാബ് ലൊക്കേഷൻ കുറച്ച് അപ്പുറത്താ. നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ? അമൂല്യ ഞാൻ എപ്പോഴാ പ്രപ്പോസ് ചെയ്യാ? അതിനെ കുറിച്ച് ആലോചിക്കേണ്ട സമയമായി. ഓക്കെ, കറക്റ്റ് ആയിട്ട് ആദ്യം പ്രാക്ടീസ് ചെയ്യണം. അമൂല്യ, നിനക്കിനെ കല്യാണം കഴിക്കാൻ? നോ നോ. ഓക്കെ അമൂല്യ, വിൽ യു മാരി മീ? കുറച്ചുകൂടെ റൊമാൻറ്റിക്. അമൂല്യ, നിനക്കിനെ കല്യാണം കഴിച്ചാൽ എന്താ പ്രശ്നം? തോക്കെടുത്ത് കാണിച്ച് ഇപ്പൊ നിന്നെ ഷൂട്ട് ചെയ്യുന്ന പറയുന്ന പോലെ ഉണ്ട്. കമോൺ വേദാന്ത്, സ്വല്പം റൊമാൻറ്റിക് ആയിട്ട് പറയടാ. ഇൻവോൾവ് ആയിട്ട് പറ. ഓക്കെ. അമൂല്യ, will you marry me?
നിന്റെ പ്രശ്നം എന്താടാ വിക്കി? എന്റെ പ്രശ്നം എന്താണെന്നോ ചേട്ടാ? ചേട്ടൻ ഡൽഹിയിൽ വന്നത് ക്ലയന്റിനെ മീറ്റ് ചെയ്യാനാണോ അതോ ക്ലയന്റിനെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? വാട്ട് നോൺസെൻസ്. എന്റെ കാലിന് മുട്ട് വേനയാ, അതുകൊണ്ടാണ് ഞാൻ ഇരുന്നത്. ക്ലയന്റിനെ പ്രപ്പോസ് ചെയ്യണത്രേ. ഇഡിയറ്റ്. എന്റെ പൊന്നു മോനെ, ഞാനും പ്രേമിച്ച് എന്നെ കല്യാണം കഴിച്ചത്. സിറ്റുവേഷൻ അനുസരിച്ച് കള്ളം പറയാനൊക്കെ പഠിച്ചല്ലോ, വലിയ കാര്യം. വിക്രാന്ത്, വിക്രാന്ത്, എന്താലോചിച്ച് നിൽക്കുവാടാ? കാൽമുട്ടിന് വേദനയുള്ള ഒരാള് പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്നവരെ പോലെ എങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാനൊന്ന് ആലോചിക്കുകയായിരുന്നു. ഓക്കെ, വിട്ടേക്ക്. വിക്രാന്ത്, ഇൻവെസ്റ്റ്മെന്റ് ഡീറ്റെയിൽസ് ഒക്കെ നീ വാങ്ങിച്ചോ? നിന്നോടാടാ ചോദിക്കുന്നേ, ഇൻവെസ്റ്റ്മെന്റ് ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങിച്ചോന്ന്. ഞാനിപ്പോ വരാം ചേട്ടാ, ചേട്ടനെ ഒന്ന് റെഡിയാവും. എടാ വിക്രാന്ത്, എടാ വിക്രാന്ത് ഒന്ന് നിക്ക്. എടാ അച്ഛാ, അമ്മേ, നിങ്ങൾ രണ്ടുപേരും ഒന്ന് റെഡിയായി വരാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ കാത്തു നിൽക്കാം. എന്നിട്ട് വേണം എനിക്കും വിക്കി ചേട്ടനും വേദാന്തിനും കൂടെ മീറ്റിംഗിന് പോവാനായിട്ട്. ഒന്ന് വേഗമാ. അച്ഛനെ കാണാൻ എത്ര ക്യൂട്ടാണെന്നറിയോ? അമ്മ പറഞ്ഞതൊക്കെ സത്യം തന്നെയാ. നിന്റെ അമ്മ എന്താ പറഞ്ഞത്? അമ്മ പറയാറില്ലേ അച്ഛനെ കാണാൻ നമ്മുടെ മോഹൻലാലിനെ പോലെയാണെന്ന്? അത് സത്യം തന്നെയാ. നിങ്ങളൊക്കെ കുറച്ച് സ്പെഷ്യലായിട്ട് പ്രതീക്ഷിക്കുന്ന അറിയായിരുന്നു. അതാ ഞാൻ ഇങ്ങനെയൊക്കെ ഇറങ്ങി. എന്റെ ഡാർലിംഗ് അച്ഛാ, അച്ഛന്റെ ഈ ഗെറ്റപ്പ് കണ്ടാലേ അച്ഛന് 4 പെൺമക്കളുണ്ടെന്ന് ആരും പറയില്ല. മീറ്റിംഗിൽ എങ്ങനെ എക്സ്കേപ്പ് ആവും? താജ്മഹലിന്റെ അടുത്ത് വരെ വന്നിട്ട് അതിന്റെ മുന്നിൽ വെച്ച് പ്രപ്പോസ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാ വന്നേ? എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. എനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് മീറ്റിംഗിൽ നിന്ന് മാറിയാലോ? നോ വേദാന്ത്, വാട്ട്സ് റോങ് വിത്ത് യു? ഇത്തരം ഫോൾസ് എക്സ്ക്യൂസസ് ഒന്നും നിനക്ക് സ്യൂട്ട് ആവില്ലടാ. ഡോണ്ട് ഈവൻ ഡു ദാറ്റ്. ചേട്ടാ, ഞാൻ റൗഡി കൊച്ചിനെ കൊണ്ട് താഴെ ഉണ്ടാവും. ചേട്ടൻ ഒന്ന് റെഡി ആയിട്ട് വേഗം വാ. അത് മാത്രമല്ല, അച്ഛനും അമ്മയ്ക്കും ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അയാളെ പിന്നെ വിളിച്ചോണ്ടിരിക്കുക. ഓക്കെ? നീ എന്താടാ അന്തം വിട്ട് നിൽക്കുന്നേ? ഒന്നുമില്ല. എനിക്ക് മനസ്സിലാവുന്നത് പോലെ ചേട്ടൻ ആർക്കും മനസ്സിലാവില്ല. മീറ്റിംഗിൽ നിന്ന് എസ്കേപ്പ് ആവുന്നതിനെ കുറിച്ച് ചേട്ടൻ വെറുതെ ടെൻഷൻ അടിക്കണമെന്നില്ല. ചേട്ടന് വേണ്ട എല്ലാ പ്ലാനുകളും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. Are you okay, വിക്രാന്ത്? ഓക്കെ, വേഗം റെഡിയായിട്ട് താഴേക്ക് വാ. ഓക്കെ? വിക്രാന്തിന്റെ കൂടെ മീറ്റിംഗും അറ്റൻഡ് ചെയ്യണം, അമ്മുവിന്റെ കൂടെ താജ്മഹലിനും പോണം. ഇതിന് രണ്ടിനും കാര്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്യണം. എവിടെ അച്ഛന്റെ പ്രിയപ്പെട്ട ഭാര്യ? എവിടെ പോയാലും ഭാര്യയെ സേഫ് ആയിട്ട് എത്തിക്കേണ്ടത് അച്ഛന്റെ ഉത്തരവാദിത്തം. അവള് ബാത്റൂമിൽ പോയതാ, ഇപ്പൊ വരും. എന്നെ പോലെ അവളും പുതിയ വേഷമൊക്കെ ഇട്ടേക്കണത്. അതുകൊണ്ടേ നാണക്കേടുകൊണ്ടേ അവിടെ തന്നെ ഇരിക്കുക. പേടിച്ചിട്ട് എങ്ങോട്ടേക്ക് ഇറങ്ങി വരാത്തെ. അതെങ്ങനെ ശരിയാവും? ഞാൻ അമ്മയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് വാങ്ങി കൊടുത്തതാ. അതിട്ട് തന്നെ എല്ലായിടത്തും പോണം. നമ്മുടെ
വീട്ടിലാണെങ്കിലേ ഇതിട്ട് പുറത്തിറങ്ങിയ അമ്മ പറയും ഈ ഡ്രസ് ഇട്ട് നാട്ടിലിറങ്ങിയ എല്ലാവരും അമ്മയെ കളിയാക്കുമെന്ന്. അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇവിടെ ജഡ്ജ് ചെയ്യാൻ ആരുമില്ലല്ലോ. പ്രേമിയെ ഇവിടെയുള്ളവർ ഇങ്ങനെ കാണട്ടെ. ഈ നാട്ടിലുള്ളവർ ആരും പ്രേമിയെ കണ്ടിട്ടേ ഇല്ലല്ലോ. അതൊക്കെ എനിക്കും നിനക്കൊക്കെ മനസ്സിലാവും മോളെ. പക്ഷേ അത് അവൾക്കും കൂടി മനസ്സിലാകണ്ടേ. ഹലോ പ്രേമി, പ്രേമിയുടെ നാണം കുറച്ച് കൂടുന്നുണ്ടേ. ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇല്ലയോ? പ്രേമി, പ്രേമി, പ്രേമി. ഞാൻ എന്റെ റൗഡി സ്വഭാവം വിടാന്ന് വെച്ചാ ആരും എന്നെ അതിന് സമ്മതിക്കേയില്ല. ഇനി അറ്റാക്ക് ചെയ്താലേ കാര്യം നടക്കുള്ളൂ തോന്നും. അറ്റാക്ക്! വിക്രാന്ത്, ഈ അമൂല്യ എവിടെ പോയി? ഇവിടെ ഇരിക്കണമെന്ന് ഞാൻ അവളോട് പറഞ്ഞതല്ലേ. ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കത്തില്ല, സമയത്തിനാണെങ്കിൽ വരുമില്ല. പങ്ക്ച്വാലിറ്റി ഇല്ലാത്ത ആൾക്കാർ എനിക്ക് കണ്ടുകൂടാ. ഓ അങ്ങനെയായിരുന്നല്ലോ ചേട്ടാ. അപ്പോ ചേട്ടൻ അവള് ഇഷ്ടമായിരുന്നില്ലല്ലേ? ഞാനത് അറിഞ്ഞതേയില്ല. ഹേയ് നോനോ, ഞാൻ അങ്ങനെയല്ലടാ ഉദ്ദേശിച്ചത്. അത് മീറ്റിംഗ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അവൾ എന്തെങ്കിലും കാരണം പറഞ്ഞ് ലേറ്റ് ആക്കും, അതുകൊണ്ടാടാ. ചിലപ്പോ അറിയാഞ്ഞിട്ടായിരിക്കും. പർപ്പസ്ഫുള്ളി അവിടെ നിന്നില്ല. അത് പോട്ടടാ. മീറ്റിംഗ് ടൈമും ലൊക്കേഷനും ഒക്കെ കിട്ടിയോ? അവരോടെല്ലാം അപ്ഡേറ്റ് ചെയ്തല്ലോ അല്ലേ? അവരായിട്ട് എന്തെങ്കിലും ഡിലേ വരുത്തി കഴിഞ്ഞാൽ ഞാൻ മീറ്റിംഗ് ക്യാൻസൽ ചെയ്യുമെന്ന് നീ മുന്നേ പറഞ്ഞേക്കും. അത്രയും ദൂരത്ത് നിന്ന് ഇവിടേക്ക് വന്ന് തമാശ കളിക്കാനല്ല. അതെ ചേട്ടാ, അവർ ലൊക്കേഷനൊക്കെ അയച്ചിട്ടുണ്ട്. സിറ്റിയിൽ നിന്ന് എന്തോ ഭയങ്കര ദൂരെയാണ്. പക്ഷെ മീറ്റിംഗിന് നമുക്ക് സമയമുണ്ടല്ലോ. ഷോപ്പിംഗ് ഒക്കെ നമുക്ക് നാളെ നടത്താം. വാട്ട്? ഞാനോ? അത് ഷോപ്പിങ്ങിനോ? ഞാൻ ഷോപ്പിങ്ങിനൊന്നും വരാറില്ല. അല്ല അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ഞാനും അച്ഛനും റൗഡി കൊച്ചും അമ്മ എല്ലാവരും ഉള്ളതല്ലേ. എല്ലാവരും ഒരുമിച്ചുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് പോയിട്ട് വരാലോ. ഞാൻ എന്റെ അമ്മുവിനെ പ്രപ്പോസ് ചെയ്യാനേ ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. ഇങ്ങനെ പോയാൽ ഇവനിത് കൊളമാക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ചേട്ടന്റെ മനസ്സിലിപ്പോ റൗഡി കൊച്ചിനെ എങ്ങനെ താജ്മഹലിലോട്ട് കൊണ്ടുപോയി അവിടെ വെച്ച് പ്രൊപ്പോസ് ചെയ്യാന്നുള്ള കാര്യം മാത്രം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അതോത്ത് ടെൻഷൻ അടിക്കണ്ട. ചേട്ടന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ചേട്ടാ ചേട്ടാ, എന്താ ആലോചിച്ചിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാനൊന്നും ആലോചിച്ചില്ലടാ. നത്തിങ്, നത്തിങ് അറ്റ് ഓൾ. അച്ഛനെ കാണാൻ സൂപ്പർ ആയിട്ടുണ്ടേ. സത്യം അച്ഛാ, അച്ഛന്റെ ഡ്രസ് കലക്കിയിട്ടുണ്ട്. അല്ല അമ്മ എവിടെ പോയി? അമ്മയ്ക്ക് ഈ വേഷത്തിൽ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ നാണമാണെന്ന്. അത് പിന്നെ വിക്കി ചേട്ടാ, ചേട്ടൻ ചോദിച്ചെന്റെ ഫ്ലോയില് ഞാനങ്ങ് പറഞ്ഞു പോയതാ. അമ്മയ്ക്ക് ചെറിയൊരു നാണം. അയ്യോ അതൊന്നും സാരമില്ല, വിട്ടേക്ക് റൗഡി കൊച്ചേ. വേഗം അമ്മയെ വിളിച്ചിട്ടോ, ഇനി നിന്ന് ലേറ്റ് ആയി പോവും. അമ്മേ ഒന്നിങ്ങോട്ട് വന്നേ. അമ്മേ, നാണിക്കാതെ ഇങ്ങോട്ടേക്ക് വന്നേ. അയ്യോ അമ്മേ, ഇങ്ങോട്ടേക്ക് വന്നോ. ഇവിടെ ആരും ഒന്നും അങ്ങനെ പറയില്ല. റമി, ഈ വേഷത്തിൽ നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴാ കണ്ടത്. അത് കഴിഞ്ഞ് ഇന്നോരെ സാരി മാത്രമല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഈ വേഷത്തിൽ നിന്നെ കാണുമ്പോ കുറച്ചുകൂടി ചെറുപ്പായതുപോലെ തോന്നുന്നുണ്ട്.
നിന്നെ ഇങ്ങനെ കാണുമ്പോ നമ്മുടെ പഴയകാലം ഓർമ്മ വരുന്നത്. വിക്രാന്ത്, നമുക്കെന്നാ ഇറങ്ങാലോ അല്ലേ? യെസ് ചേട്ടാ, നമുക്ക് വേഗം ഇറങ്ങാം. ഈ ആദ്യമാണെങ്കിൽ രാവിലെ തൊട്ട് അമ്മുവിനെ താജ്മഹലിൽ കൊണ്ടുപോയില്ലേന്ന് ചോദിച്ചോണ്ടിരിക്കുക. എന്റെ അനിയനാണെങ്കിൽ കൂടെ തന്നെയുണ്ട്. ഇവനെ മാറ്റി ഇത് എങ്ങനെ നടത്താനാ? ആ, അത് അച്ഛന്റെ അമ്മയുടെയും കാറല്ലേ? ആ കറക്റ്റ്, അത് തന്നെയാ. അച്ഛാ അമ്മേ, ഹാപ്പി സെക്കൻഡ് ഹണിമൂൺ. ഒന്നും മിണ്ടായിരിക്കടി വയടെപ്പന്നെ. ശരി, ഞങ്ങള് പോയിട്ട് വരാം. നിങ്ങൾ സൂക്ഷിക്കണേ. ആ അച്ഛാ, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്നെ വിളിക്കണം. ഹോട്ടലിന്റെ പേരൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആ, അച്ഛന്റെ ഫോൺ എപ്പോഴും ഓൺ ആയിട്ട് തന്നെ വെച്ചേക്കണം. പവർ ബാങ്ക് ബാഗിലുണ്ട്. ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ് പെട്ടെന്ന് വരാം. ശ്രദ്ധിച്ചു പോണേ. പണ്ട് നിന്നെ സ്കൂളിൽ വിടുമ്പോ ഞാൻ സൂക്ഷിക്കണേന്ന് പറയാറുണ്ട്. പക്ഷെ ഇപ്പോ എന്നോട് സൂക്ഷിക്കണേന്ന് പറയാൻ മാത്രം നീ വളർന്നു. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ പോയിട്ട് വേഗം വരാം. നിങ്ങൾ മീറ്റിങ്ങിനെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അച്ഛാ. പ്രമി, ഇറങ്ങാം. സൂക്ഷിക്കണേ.